ഇല്ലടി, അവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഞാൻ ചെല്ലുന്നതൊന്നും അവിടെയുള്ള ആർക്കും ഇഷ്ടമാവുകയില്ല. ഇടയ്ക്ക് അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അച്ഛൻ വന്നിരുന്നു. എന്നാ ഏട്ടൻ എന്നെ അവിടേക്ക് വിട്ടില്ലടി. പിന്നെ അവിടുന്ന് എന്നെ ആരും അന്വേഷിച്ച് വന്നതുമില്ല. നിനക്കറിയാലോ, ഞാൻ ആ വീട്ടിലുള്ളവർക്ക് അധികപ്പറ്റാ. ഞാനവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവരൊക്കെ ആഗ്രഹിച്ചത് ഞാൻ മരിച്ചു പോകാനാണ്. എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാകും എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു പാതിയുടെ കൈകളിലേക്ക് ഈശ്വരന്മാർ എന്നെ എത്തിച്ചത് തന്നെ. അതേടി, നിന്റെ ഭാഗ്യമാണ് കാർത്തിയേട്ടൻ. എന്ത് വന്നാലും നീ അദ്ദേഹത്തെ കൈവെടിയരുത്. നയന അവളെ ഓർമ്മിപ്പിച്ചതും അത് കേട്ട് അവളൊരു കുഞ്ഞു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു. പിന്നീടി, എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടതാണ്. നിന്റെ അമ്മ മുറ്റത്ത് തെന്നി വീണ് ഇടുപ്പിന് പ്രശ്നമായി ഇരിക്കുകയാണ്. ഏട്ടനെ അഡ്മിറ്റാക്കിയ അതേ വൈദ്യശാലയിൽ അവരും ഉണ്ടായിരുന്നു. അല്ല ഏട്ടത്തി, നിങ്ങളുടെ അമ്മ നേരത്തെ ഒന്ന് വീണതല്ലേ? അവർക്കിത് തന്നെയാണോ ജോലി? സാൻവി അല്പം കുസൃതിയോടെ തന്നെ ആദിയോട് ചോദിച്ചു. ഒന്ന് പോകൊച്ചേ, കാര്യമായി സംസാരിക്കുന്നിടത്താ അവളുടെ ഉണക്ക കോമഡി. അവൾ സാൻവിയോട് പറഞ്ഞുകൊണ്ട് നയനയുടെ നേരെ തിരിഞ്ഞു. എടാ, ഇടയ്ക്ക് അമ്മ വീണു എന്ന് പറഞ്ഞ് അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. പക്ഷെ അന്ന് വീട്ടിലേക്ക് പോകാൻ ഏട്ടൻ സമ്മതിച്ചില്ല. അതുമാത്രമല്ല, എനിക്ക് പിന്നീട് അങ്ങോട്ട് അതേപ്പറ്റി ഒന്നും തിരക്കാനും കഴിഞ്ഞില്ല. അത് വീട്ടിലുള്ളവരെ മറന്നതുകൊണ്ടല്ല, കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഷോപ്പിലുണ്ടായി. നീയും കേട്ട് കാണുമല്ലോ. അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാനുള്ള തത്രപ്പാടിലായിരുന്നു ഞങ്ങളൊക്കെ. എടാ, അത് ഞാൻ കേട്ടിരുന്നു. ഇക്കാര്യം ലക്ഷ്മിയും എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ 1-2 ദിവസമായി ലക്ഷ്മിയും നിന്നെ കാണണം, എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞിരുന്നു. അവളും ജോലിയും മറ്റു കാര്യങ്ങളുമായി ആകെ തിരക്കിലാണ്. എന്തായാലും ഇന്ന് നിന്നെ കാണാൻ ഷോപ്പിലേക്ക് വരുന്നുണ്ടെന്ന് ഇന്നലെ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഞാനും ലച്ചുവിനെ കണ്ടിട്ട് കുറേയാ. ഇനി നേരിൽ കാണണമെന്ന് ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവർ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്ത ചായയും കുടിച്ച് അല്പനേരം കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അവർ ഇരുവരും പുറത്തേക്കിറങ്ങി. നിന്റെ ഷോപ്പിലെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പഴയ പോലെയുള്ള കച്ചവടമൊക്കെ നിനക്കിപ്പോഴും കിട്ടുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലടാ. മനഃപൂർവ്വം നമ്മുടെ ഷോപ്പിനെ കരിവാരത്തേക്കാൻ വേണ്ടി ആരോ ചെയ്തു കൂട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല നയന. എടി, ഞാൻ പുറത്തു നിന്നുള്ള ഒരാളാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കുറേ കാലമായി നിങ്ങളുടെ ഷോപ്പിൽ നിന്നാണ് സാധനങ്ങൾ എടുക്കുന്നത്. എൻ്റെ വീട്ടുകാരും ബന്ധുക്കളും എനിക്കറിയാവുന്ന ആളുകളുമൊക്കെ നിങ്ങളുടെ ഷോപ്പിൽ നിന്നാണ് വർഷങ്ങളായി സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നിങ്ങളെക്കുറിച്ച്. അതുമാത്രമല്ല, ആരെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ ആദ്യം പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്ഥാപനത്തെയാണ്. അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കാർത്തിയേട്ടൻ അവിടെ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം എല്ലാവർക്കും നിങ്ങളുടെ ഷോപ്പിന്മേൽ ഉണ്ടായിരുന്നു. ഇവിടെ ശ്രമിച്ചിരിക്കുന്നത് ആ വിശ്വാസം തകർക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ആ വിശ്വാസം തകർന്ന അതിൽ നിന്നും നേട്ടമുണ്ടാകുന്ന ആളുകൾ നമ്മുടെ ഈ സിറ്റിയിൽ തന്നെ ധാരാളം ഉണ്ട് താനും. അവരിലൊരാളാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതിന് അവരെ സഹായിച്ചതോ നിങ്ങളുടെ തന്നെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന വിശ്വസ്തരും. എല്ലാവരുടെയും കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം ആദി. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ചതികൾ ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം. നയന അവളെ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി. ഈ കാര്യം നമ്മൾ ഇനിയെങ്കിലും ഗൗരവപൂർവ്വം എടുക്കണം ആദിയേച്ചി, ഇല്ലെങ്കിൽ പ്രശ്നം വഷളാകും. ചേച്ചിയുടെ കൂട്ടുകാരി പറഞ്ഞതുപോലെ തന്നെ ഒറ്റുകാരി നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അതിന്നലെ ജാൻസി ചേച്ചിയും ഒരു സംശയം പോലെ പറഞ്ഞിരുന്നു. എബി കൂട്ടിച്ചേർത്തു. പക്ഷേ എബി, നമ്മളെങ്ങനെ ഇത് കണ്ടുപിടിക്കും? നമ്മുടെ കയ്യിൽ ഇവരാണ് ചെയ്തത് എന്നതിനുള്ള തെളിവൊന്നുമില്ലല്ലോ. നയന പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്ന ആരുമാകാം പ്രതികൾ. പക്ഷെ തെളിവുകളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് നമുക്കാരെയും വിമർശിക്കാൻ കഴിയില്ല കൊച്ചേ. അത് ഏട്ടത്തി പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. പക്ഷേ നമുക്ക് ഈ അവസ്ഥ വരുത്തിയവരെ നമുക്കങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ? നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ അവരും അറിയണം. സാൻവി അല്പം ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നടന്നു. അവർ നേരെ അവിടെ നിന്നും പോയത് ഷോപ്പിലേക്കാണ്. അപ്പോഴേക്കും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും എത്തിക്കഴിഞ്ഞിരുന്നു. ഒപ്പം ജാൻസിയും. എന്തായി മക്കളെ,
ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ 3 പേരും അതേപ്പറ്റി നന്നായി ആലോചിച്ചോ? ജാൻസി അവരെ കണ്ടതും അവരോട് 3 പേരോടുമായി തിരക്കി. ഞങ്ങളും വരുന്ന വഴിക്ക് അതേപ്പറ്റി സംസാരിച്ചാണ് വന്നത് ജാൻസി ചേച്ചി. കാരണം വരുന്ന വഴിക്ക് ഏട്ടത്തിലൊരു സുഹൃത്തിനെ കണ്ടു. ഞാൻ ചേച്ചിയോട് ഒരു നിധിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? സാൻവി അവരോട് ചോദിച്ചു. ഹോ, ആ ചെട്ടി എങ്ങനെ മറക്കാൻ കഴിയുമോ? അല്ല മോളെ, നീ എന്താ ഇപ്പം അവനെക്കുറിച്ച് ചോദിച്ചത്? അത് പിന്നെ ചേച്ചി, ഇന്ന് ഞങ്ങൾ ഈ ചേച്ചിയുടെ ഒരു സുഹൃത്തിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ? അവൻ്റെ സഹോദരിയാണ് ആ പെൺകുട്ടി. അതെയോ? എന്നിട്ട്? നമ്മുടെ കാർത്തിയേട്ടൻ അവനെ നല്ല രീതിയിൽ പെരുമാറിയെന്നാ ആ പെൺകുട്ടി ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ പെങ്ങളോട് മോശമായി പ്രവർത്തിച്ച അവനെ നിന്റെ ഏട്ടൻ പൂവിട്ട് പൂജിക്കുമെന്നാണോ നീ കരുതിയത്? നിന്റെ ഏട്ടൻ്റെ സ്വഭാവം വെച്ച് നോക്കിയാ അവൻ്റെ അവസാനം കുറിക്കാതെ നിന്റെ ഏട്ടൻ അടങ്ങുകയില്ല. ഇത് തന്നെയല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുപോലെ നമ്മുടെ അക്കൗണ്ട്സിൽ നിൽക്കുന്ന പവിത്രയും മോളുടെ കൂട്ടുകാരി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്കൊപ്പം നിൽക്കുന്ന ആരോ ഒരാളാണ്. പക്ഷെ തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ ആരെയൊന്നും പറയാനും കഴിയില്ല. ഓരോന്നും പറഞ്ഞു നിൽക്കുമ്പോൾ പവിത്ര ആ വഴി അവിടേക്ക് വന്നു. അതോടെ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം പകുതി വഴിക്ക് നിർത്തിക്കൊണ്ട് അവർ അവരുടേതായ ജോലിയിലേക്ക് തിരിഞ്ഞു. പാർക്കിംഗ് സെക്ഷനിൽ ഇനിയൊരു അട്ടിമറി നടക്കാതിരിക്കാൻ വേണ്ടി ജാൻസിയാണ് അവരോടൊപ്പം അവിടെ നിന്നത്. അക്കൗണ്ട് സെക്ഷനിൽ പവിത്രയോടൊപ്പം സാൻവിയും. അല്ല ചേച്ചി, നിങ്ങളുടെ അമ്മച്ചി വയ്യാതെ കിടക്കുകയാണെന്ന് കേട്ട സ്ഥിതിക്ക് അവിടം വരെ പോകേണ്ട കാര്യമില്ലേ? ഫൈനാൻസിലേക്ക് പോകാൻ ഇറങ്ങിയ ആദ്യോടായി എബി തിരക്കി. പോണം എബി, അതിനു മുൻപ് ഓഫീസിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്തായാലും ഞാൻ അവിടേക്ക് പോകുമ്പോൾ നീയും സാൻവിയും എൻ്റെ കൂടെ പോര്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും ഫൈനാൻസിലേക്ക് നടന്നതും എബി തൻ്റെ പതിവ് ജോലികളിലേക്ക് കടന്നു. ഫൈനാൻസിലേക്ക് എത്തിയതും അവളെ തേടി കാർത്തിയുടെ കോളെത്തിയതും ഒരുമിച്ചായിരുന്നു. വലിയ താല്പര്യമില്ലാതെയാണ് അവൾ അവനോട് സംസാരിച്ചു തുടങ്ങിയത്. അതവന് അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്തു. എന്താ എൻ്റെ കൊച്ചിനൊരു വാട്ടം? എന്തോ ഒന്ന് മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടല്ലോ? അവൻ അവളോട് തമാശ രൂപേണ ചോദിച്ചു. എനിക്കെന്താ, ഒന്നുമില്ല, ഏട്ടന് തോന്നുകയായിരിക്കും. അല്ലല്ലോ പെണ്ണേ, എന്തോന്നോ നിന്റെ മനസ്സിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. അതെനിക്ക് നന്നായി അറിയാം, അവൻ അവളോട് തുറന്നു പറഞ്ഞു. ഓക്കെ, നിങ്ങൾ എന്നെ ഈ സ്ഥാപനവും മറ്റും ഏൽപ്പിച്ചിട്ട് പോയിട്ട് എത്ര ദിവസമാണെന്ന് ഓർമ്മയുണ്ടോ? കൂട്ടുകാരെ കിട്ടിയപ്പോൾ നിങ്ങൾ കുടുംബം മറന്നു. ഓ, അപ്പം അതാണ് കാര്യം. അതെ, അത് തന്നെയാ കാര്യം. എന്താ, അതേപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? എടാ, അതൊന്നും മനഃപൂർവ്വമല്ല. എൻ്റെ തിരക്കുകളൊക്കെ നിനക്കറിയാവുന്നതല്ലേ. എന്ത് തിരക്ക്? സത്യത്തിൽ നിങ്ങൾ എന്തിനാ മനുഷ്യ അവിടെ പോയത്? അത് പിന്നെ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട്, അവൻ ഒരുവിധം അവളോട് പറഞ്ഞു. മോനെ കാർത്തിക്കുട്ട, എന്നോട് നിങ്ങൾ നുണ പറയരുത്. എനിക്കിപ്പോ നിങ്ങളെ ഒരു തരിമ്പിന് വിശ്വാസമില്ല. അതെന്താ പെണ്ണെ, ഞാൻ നിന്നോട് വല്ല വിശ്വാസവഞ്ചനയും കാണിച്ചോ? ജാൻസിയുടെ കാര്യം പോലും ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതല്ലേ. എന്നിട്ടും നിനക്കെന്നെ കൂടുതൽ നിങ്ങളങ്ങോട്ട് അഭിനയിക്കല്ലേ മനുഷ്യ. എനിക്കൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് എന്നാണ്? അത് പിന്നെ കൊച്ചേ, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും കൂടി ചേർന്ന് ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയാരും നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതിന് ബിസിനസ് തുടങ്ങിയത് നിങ്ങളുടെ സുഹൃത്തുക്കളല്ലല്ലോ, അവരുടെ ബോസല്ലേ? അതെ കൊച്ചേ, ആ ബോസിനെ നമുക്ക് പിണക്കാൻ കഴിയില്ല. പ്ലീസ്, ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച ഉടനെ ഞാൻ അവിടേക്ക് വരാം. ഓ, എനിക്കൊരു തിടുക്കമില്ല. നിങ്ങളുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് പതിയെ വന്നാൽ മതി. ഇനി വന്നില്ലെങ്കിൽ സാരമില്ല. എന്താ, അതുപോരെ? എടി, പിണങ്ങാതെ, അവൻ അവളോട് കൊഞ്ചാൻ തുടങ്ങി. പോട്ടെ, സാരമില്ല. എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ കാർത്തിയേട്ടാ. എനിക്കുമില്ലേ നിങ്ങളെ കാണണമെന്ന്? എനിക്ക് മനസ്സിലാകുന്നുണ്ടടി നിന്റെ സങ്കടമൊക്കെ. നീ എന്തായാലും കുറച്ച് ക്ഷമിക്ക്. ഞാൻ എത്രയും പെട്ടെന്ന് നിന്റെ അരികിലേക്ക് വരാം. അവൻ അവൾക്ക് വാക്ക് നൽകി. അല്ല മനുഷ്യ, നിങ്ങൾക്കെന്നെ മിസ് ചെയ്യുന്നില്ലേ? അവൾ അല്പം സംശയത്തോടെ ചോദിച്ചു. ഇല്ലല്ലോ. ഓ, എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കെന്നോടിപ്പോൾ പഴയതുപോലെ ഒരു സ്നേഹമില്ല. എല്ലാം അഭിനയം മാത്രം. ഓ, അങ്ങനെയാണോ? അങ്ങനെ തന്നെയാ. എന്താ? എടി പെണ്ണേ, നിന്നെ എനിക്ക് മിസ് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് നേരാ. അതിന് കാരണം എനിക്ക് നിന്നോട് താല്പര്യക്കേടുള്ളതുകൊണ്ടൊന്നുമല്ല. നീ കയറിക്കൂടിയത് എൻ്റെ ചങ്കിലാണ് പെണ്ണേ. പിന്നെ എങ്ങനെയാ ഞാൻ നിന്നെ മിസ് ചെയ്യുന്നേ? ഓരോ നിമിഷവും നീ എന്നിൽ തുടിച്ചോണ്ടിരിക്കുകയല്ലേ. അത് നിൽക്കുമ്പോൾ പിന്നെ ഈ കാർത്തി ജീവനോടെ കാണില്ല കൊച്ചേ. അത്രയ്ക്ക് നീ എൻ്റെ ആത്മാവിൽ അലിഞ്ഞുപോയി. അവൻ അവളോട് പറഞ്ഞു നിർത്തി.
എനിക്കും അങ്ങനെ തന്നെയാ കാർത്തിയേട്ടാ. ഈ ദേഷ്യം പോലും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഏട്ടനെ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. അത് നിനക്കെത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല ഏട്ടാ. ഇനി അതൊക്കെ പറഞ്ഞ് നീ എന്തിനാ കൊച്ചെ വെറുതെ വിഷമിക്കുന്നേ? ഞാൻ എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്തില്ലേ? അവൻ അവളെ സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചു. അതൊക്കെ പോട്ടെ, നമ്മുടെ ബിസിനസ്സൊക്കെ എങ്ങനെ നടക്കുന്നു? സൂപ്പർ മാർക്കറ്റിലിപ്പോൾ പഴയ രീതിയിലുള്ള വിഷയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അതൊക്കെ നല്ല ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ബോസിൻ്റെ PA കൊച്ചില്ലേ, ആ എബി? എബിക്ക് എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അവൻ ഇവിടെ ഒരു പ്രശ്നവുമില്ല. വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഇവിടെ ഓരോ നിമിഷവും കഴിയുന്നത് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ് കാർത്തിയേട്ടാ. എന്ത് കാര്യം? അത് പിന്നെ നിങ്ങളുടെ ചെറിയച്ഛനും ചെറിയമ്മയും സാവിത്രിയമ്മയും ഒക്കെ എബിക്കുട്ടൻ്റെ മുന്നിൽ വെറും പാവകളാണ്. സത്യം പറഞ്ഞാൽ ചില സമയം അവനവരെയിട്ട് കുരങ്ങ് കളിപ്പിക്കുകയാണ്. അതുപോലെ സത്യൻ്റെ മകൻ സിദ്ധാർത്ഥ്, അവൻ്റെ അവസ്ഥയും ഇങ്ങനെ തന്നെ. പക്ഷെ അതിന് കാരണം എബിനല്ലെന്ന് മാത്രം. അതിനേക്കാൾ വലിയൊരു പണി അവന് ഭാര്യയുടെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ടല്ലോ. അത് നീ പറഞ്ഞത് വളരെ ശരിയാ കൊച്ചേ. അവനെപ്പോലെ ഒരുത്തനെ ഒതുക്കാൻ നല്ലത് അതുപോലെ ഒരു പെണ്ണ് തന്നെയാണ്. അത്രയ്ക്ക് മിടിക്കുക കൊച്ചേ ആ പെൺകുട്ടി. അതിന് ഏട്ടന് സിദ്ധുവിൻ്റെ പെണ്ണെ അറിയുമോ? എങ്ങനെ? എവിടെ വെച്ച്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ആ പെണ്ണെ അറിയത്തൊന്നുമില്ല കൊച്ചേ. എന്നാലും സിദ്ധുവിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അതിൽ നിന്ന് ആ കുട്ടിയുടെ ക്യാരക്ടറും സ്വഭാവവും ഏകദേശം ഞാൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ആദിയുടെ എത്രയും പ്രായമുള്ള ഒരാൾ അവിടേക്ക് കടന്നു വരുന്നത്. അവളെ കണ്ടതും ആദി സംസാരിച്ചുകൊണ്ടിരുന്ന ഫോണുമായി തന്നെ എഴുന്നേറ്റ് അവളെ സ്വീകരിച്ചു. അതിനുശേഷം എന്തോ ഓർത്തതുപോലെ ഫോണിലേക്ക് തിരിഞ്ഞു. കാർത്തിയേട്ടാ, ഞാൻ വിളിക്കാം. ഇവിടെ നമ്മുടെ ലക്ഷ്മി വന്നിട്ടുണ്ട്. ആണോ? എങ്കിൽ നമ്മുടെ ഇന്ദ്രൻ്റെ കാര്യം കൂടി അവളോട് സംസാരിക്കണം. എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തി കൊടുക്കണം കൊച്ചേ. ഇല്ലെങ്കിൽ ഇന്ദ്രൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അവൻ വല്ല കടുങ്കയും ചെയ്യും. അതൊക്കെ ഞാൻ അവളോട് സംസാരിച്ചിട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കാർത്തിയുമായുള്ള സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. ആരായിരുന്നു? കാർത്തി സാർ ആയിരുന്നോ ഫോണിൽ? അവൾ ആ കോൾ അവസാനിപ്പിച്ചതും ലക്ഷ്മിയുടെ സ്വരം. അതേ ലച്ചു, ഏട്ടനാണ് വിളിച്ചത്. ഹാ, നിന്റെ ഏട്ടനും ഏട്ടൻ്റെ കൂട്ടുകാരും ഒന്നും നാട്ടിലേക്ക് തിരിച്ചു വരാറായില്ലേ ആവോ? പോയിട്ടിപ്പോൾ എത്രയായെന്ന് അവർക്കൊരു വിചാരമില്ലെങ്കിലും നമുക്കൊരു കണക്ക് വേണം ആദി. ഇനിയെങ്കിലും ഇവറ്റകളെ ഒന്നും ഇങ്ങനെ കയറൂരി വിടരുത്. എൻ്റെ ലച്ചു, നിനക്ക് അവരോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? എടി, ഇത് നീ വിചാരിക്കുന്ന പോലെ ചെറിയൊരു പ്രശ്നമല്ല. പിന്നെ പറയാം. അതിനു മുമ്പ് അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയുമോ? അത് ബാംഗ്ലൂരിലല്ലേ എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അത് കാർത്തിയേട്ടൻ അങ്ങനെ എന്നോട് പറഞ്ഞത്. എന്നാ ബാംഗ്ലൂരിലേക്ക് പോയവർ ഇപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. അത് അവരായിട്ട് എന്നോട് പറഞ്ഞൊന്നുമല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ചെന്നൈയിലുണ്ട്. അവന് നമ്മുടെ ഇന്ദ്രേട്ടനെയും മറ്റും നന്നായി അറിയാം. അവനാണ് എന്നോട് പറഞ്ഞത് ഇവരൊക്കെ ചെന്നൈയിലുണ്ടെന്ന്. എന്നിട്ടെന്താ? അതേപ്പറ്റി ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇവരുടെ ബോസിന് ചെന്നൈയിലും ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. എടി, ഇവർ വർക്ക് ചെയ്യുന്നത് ഏതോ വലിയ കമ്പനിയിലല്ലേ? അപ്പോൾ ബ്രാഞ്ചസ് ഒക്കെ കാണുന്നത് സർവ്വസാധാരണമല്ലേ? ലക്ഷ്മിയുടെ ദേഷ്യം തണുപ്പിക്കാനായി ആദ്യം ശ്രമിച്ചുകൊണ്ടിരുന്നു. എടി, ഇവർ ബാംഗ്ലൂരിൽ പോയതോ ചെന്നൈയിൽ പോയതോ ഒന്നുമല്ല എനിക്ക് പ്രശ്നം. ഈ ഇന്ദ്രേട്ടനടക്കം പറയുന്ന ചില നുണകളാണ്. നിലനിൽപ്പിന് പറയുന്ന നുണകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ നമ്മളോട് പറയേണ്ട എന്ത് കാര്യം അവർക്കുള്ളത്? ലക്ഷ്മി തൻ്റെ സംശയം അവളുടെ മുൻപാകെ വ്യക്തമാക്കി. എടി, അവർ പറഞ്ഞതിൽ കള്ളമുണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല. KK ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് വലിയൊരു കമ്പനിയല്ലേ? അവർക്ക് ചിലപ്പോൾ 1-2 ബ്രാഞ്ചസ് വേറെ സ്ഥലങ്ങളിലും ഉണ്ടായെന്നിരിക്കും. അത് മാത്രമല്ല, കാർത്തിയേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു അവരുടെ ഒരു ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുള്ള കാര്യം. ചിലപ്പോൾ അവരൊക്കെ അതിൻ്റെ തിരക്കിലായിരിക്കും. ആദി ലക്ഷ്മിയുടെ ദേഷ്യം തണുപ്പിക്കാൻ അവൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതെന്തേലും ആകട്ടെ ആദി, എവിടെ പോയാലും ഇവർക്ക് പറഞ്ഞിട്ട് പോയാലെന്താ? അതാ എന്നെ ഇത്രയും ദേഷ്യം പിടിപ്പിക്കുന്നേ. അത് മാത്രമല്ല, ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുൻപേ ഇവർ ഇങ്ങനെ പറയാതെ പലയിടത്തും പോയിട്ടുണ്ട്. പിന്നെ നിന്റെ കെട്ടിയോൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതും ഇതാദ്യത്തെ സംഭവമൊന്നും അല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ക്രിസ്റ്റിയോ ഇന്ദ്രേട്ടനോ ആരെങ്കിലും ഇവനെ വിളിച്ചുകൊണ്ടൊരു പോക്ക് പോകും. പിന്നെ ഇവിടേക്ക് വരുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടും. അതെന്താടി അങ്ങനെ? അതൊക്കെ എന്താണെന്ന് നീ ചോദിച്ചറിയണം. അതിനുവേണ്ടി കൂടിയാ ഞാൻ ഇത്രയും ദൂരം ഇവിടെ വന്നതും നിന്നോട് സംസാരിക്കാൻ തയ്യാറായതും.
ഇനി ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം അവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ല. കൊച്ചെ, നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാകണം. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതെന്തായാലും ഞാനിപ്പം നിന്നോട് പറയുന്നില്ല. എന്തായാലും അതേപ്പറ്റി കൂടുതൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്താ ലക്ഷ്മി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ പറയത്തക്ക രീതിയിലൊരു പ്രശ്നവുമില്ല കൊച്ചേ. പിന്നെയുള്ളതൊരു ചെറിയ ഡൗട്ടാ. അത് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. എങ്കിലും ഇത് നമ്മുടെ ജീവിതമല്ലേ, അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം, അത്രേ ഉള്ളൂ. അതുപോലെ ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഈ കാര്യം ഞാൻ ഇന്ദ്രേട്ടനും കൂടി പറഞ്ഞിരുന്നു. എന്താടി? എടാ, ഏതാണ്ട് 4-5 ദിവസം മുൻപ് ഞാൻ നിങ്ങളുടെ ചെറിയച്ഛൻ സത്യനെയും അന്ന് നിന്നെ അന്വേഷിച്ചു വന്ന ആ വക്കീലിനെയും ഒരുമിച്ച് കണ്ടിരുന്നു. അയാളുടെ കൂടെ ആ സമയത്ത് ആ മോഹനനും അതുപോലെ നിന്റെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അതാരാ ലക്ഷ്മി? ഞങ്ങളുടെ വീടിനടുത്ത് ഒരു വീണയില്ലേ, അവരുടെ കൂടെ വരുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവര് തന്നെ. ആര്? സരോജ ചേച്ചിയോ? സത്യത്തിൽ എനിക്ക് അവരുടെ പേരോ നാളോ ഒന്നും അറിയില്ല ആദി, പക്ഷെ അവരെ ഞാൻ കണ്ടിരുന്നു. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാണും ലച്ചു, അവർ കണ്ടിരിക്കുന്നത് സത്യനെ ആകുമ്പോൾ ഒരിക്കലും അത് ഞങ്ങൾക്ക് നല്ലതിനാവില്ല. അവിടെ സത്യനും ആ വക്കീലും മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. പിന്നെ എടാ, നിനക്ക് സിറ്റിയിൽ സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രഭാകരനെ അറിയില്ലേ? ഓ അറിയാം. അല്ല, അയാൾക്കെന്താ ഇപ്പോൾ? ആ സമയത്ത് അയാളും ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് അങ്ങനെ നോക്കുമ്പോൾ ഇത് നിനക്കിട്ടുള്ളൊരു പണിയാകാനാ ചാൻസ്. എന്ത് പണി? മുൻപ് കിട്ടിയതുപോലെ എന്തെങ്കിലും ഒരു ആകാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ വേണം ആദി. അറിയാലോ, ഇനി പഴയ പോലൊരവസ്ഥ വന്നാൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാ. അതെനിക്കറിയാം ലച്ചു, പക്ഷെ നമുക്കിട്ട് പണിയുന്നവരെ നമുക്ക് കണ്ടെത്താനാകുന്നില്ലല്ലോടാ. ഞാനും സാൻവി മോളും ജാൻസി ചേച്ചിയും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചതാ. പക്ഷെ ഇതിന്റെ പിന്നിൽ കളിക്കുന്നവരെ മാത്രം കണ്ടെത്താനായില്ല കൊച്ചേ. അങ്ങനെ പറഞ്ഞ് ഇതങ്ങനെ തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ലല്ലോ ആദി. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്റെ തറവാട്ടിലുള്ള ആളുകൾ തന്നെയാണ്. അതായത് നിന്റെ സാൻവി മോളുടെ അച്ഛൻ. അയാൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത് ആ സരോജ എന്ന് പറയുന്ന സ്ത്രീയും ആ വക്കീലും ഒക്കെയാ. അത് മനസ്സിലാക്കി വേണം ആദി മുൻപോട്ട് പോകാൻ. കാരണം നമ്മുടെ ഭാഗത്ത് മൗനമാണെന്ന് കാണുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആയിട്ടുള്ളൊരു ഉത്സാഹം തോന്നും. അതൊരിക്കലും നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് വച്ചേ. അതുകൊണ്ട് നീ സരോജിനിയോട് തന്നെ ചോദിക്കണം, പ്രഭാകരൻ്റെ സൂപ്പർ മാർക്കറ്റിൽ അവർക്ക് എന്തായിരുന്നു കാര്യമെന്ന്. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഷോപ്പിൽ നിൽക്കുന്നവർക്ക് അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ ആദി. അതുപോലെ സത്യൻ എന്ന നിന്റെ ഭർത്താവിൻ്റെ ചെറിയച്ഛൻ, പുറമേ നോക്കുന്നവർക്ക് അയാൾക്കും ആ വക്കീലുമായി ഒരു ബന്ധം ഉണ്ടാകേണ്ട കാര്യമില്ല ആദി. എന്നാൽ ഇവിടെ അയാൾ പരസ്യമായി അവർ പരസ്പരം കാണുന്നുണ്ട്. അതൊക്കെ എന്തിനാ? അതിനു മാത്രം അയാളും അവനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഇതിനൊക്കെയുള്ള ഉത്തരം നമുക്ക് കിട്ടണം ആദി. അതിന് കാർത്തിയേട്ടൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല അതു. ലക്ഷ്മിയുടെ സ്വരമുയർന്നു. ഞാനും അതേപ്പറ്റിയൊക്കെ ചിന്തിച്ചിരുന്നു. അല്ലെങ്കിൽ തന്നെ ഈ പ്രശ്നത്തിന് കാർത്തിയേട്ടൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല കൊച്ചേ. എന്തേലും ഒരു വഴി നമുക്ക് മുന്നിൽ തെളിഞ്ഞു കിട്ടിയാൽ അത് പിടിച്ച് മുന്നോട്ട് പോകാമായിരുന്നു. പിന്നെ നിന്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി, അറിഞ്ഞോ നീ? എടി, അങ്ങനെ ഒരു സംഭവം ഉള്ളതായി നയന ഇന്ന് എന്നെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇതേപ്പറ്റിയൊന്നും ആരും എന്നോട് വിളിച്ചൊന്നും പറഞ്ഞില്ല. എങ്ങനെ പറയും? അതുപോലെയുള്ള കാര്യങ്ങളല്ലേ അവർ നിനക്ക് വേണ്ടി ചെയ്തു തന്നത്. പിന്നെ ഞാൻ ഈ കാര്യം അറിഞ്ഞത് നിന്റെ സഹോദരിമാർ വഴിയാ. 2 പേർക്കും ഇപ്പം നിന്റെ വില നന്നായിട്ട് അറിയാൻ മതി. അതുപോലെ ആ കുട്ടികളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളോട് എനിക്കൊരു ദേഷ്യവുമില്ല ലക്ഷ്മി. അവർ നന്നായിരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവരും നീ നന്നായിരിക്കണമെന്ന് മാത്രമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കൊച്ചേ. അതുപോലെ അവരുടെ അമ്മയുടെ കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എന്നോട് മറ്റൊരു കാര്യം പറഞ്ഞാൽ മതി. അതെന്താ? ഈ കാര്യങ്ങളൊന്നും നിന്നോട് പറയേണ്ടെന്നാ അവർ എന്നോട് പറഞ്ഞത്. നീ അവരെ സഹായിക്കാൻ മാത്രമുള്ള നല്ല പ്രവൃത്തികളൊന്നും അവർ നിനക്ക് വേണ്ടി ചെയ്തിട്ടില്ലെന്ന് പിള്ളേർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ നീ ഈ കാര്യങ്ങളൊന്നും അറിയേണ്ടെന്ന് ആ 2 കുട്ടികളും എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്തോ എനിക്ക് നിന്നോടിത് പറയാതിരിക്കാൻ തോന്നിയില്ല അതി. എന്തൊക്കെ പറഞ്ഞാലും 2 പേരും നിന്റെ അച്ഛനും അമ്മയെ പോയില്ലേ. ആ ഒരിതുകൊണ്ട് അവരെ പോയി ഒന്ന് കാണുന്നതിൽ ദൂഷ്യമില്ലെന്നാണ് എൻ്റെ ഒരിത്. ഞാനും നയന പറഞ്ഞപ്പോൾ തന്നെ അവിടേക്കൊന്ന് പോകാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാലും എവിടെയോ ഒരു മടി എനിക്കുണ്ടായിരുന്നു വച്ചേ. അതിന് കാരണം നീ പറഞ്ഞതുപോലെ അവർ എന്നോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ നീ ഇത്രത്തോളം വന്ന് പറഞ്ഞ സ്ഥിതിക്ക്
ഞാൻ എൻ്റെ തീരുമാനം മാറ്റി വച്ചേ. ഇനി എന്ത് വന്നാലും ഞാൻ വീട്ടിലേക്കൊന്ന് പോകും. എന്തായാലും നീ ഒന്ന് പോയിട്ട് വാ ആദി. അല്ല, ഞാൻ നിൻ്റെ കൂടെ വരണോ? ഹേയ് വേണ്ടടാ, ഞാൻ ഉച്ചകഴിഞ്ഞ് പോയിക്കോളാം. എനിക്ക് കുറച്ച് പണിയും കൂടെ ഇവിടെ ബാക്കിയുണ്ട്. അതെല്ലാം ഒതുക്കിയിട്ട് വേണം ഇനി ഇവിടേക്ക് പോവാൻ. എന്നാൽ ശരിയടാ, നിൻ്റെ പരിപാടികളൊക്കെ നടക്കട്ടെ. എനിക്ക് വേറെ 1-2 പേരെയും കൂടി കാണാനുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. എടാ, ഒരു മിനിറ്റ് നിന്നേ, എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ആദിയുടെ സ്വരം ഉയർന്നു. ആദിയുടെ സ്വരം കേട്ടതും ലക്ഷ്മി എന്താണെന്നറിയാനായി അവളെ ഒന്ന് നോക്കി. എടി, ഞാൻ ചോദിക്കാൻ വന്നത് ഇന്ദ്രൻ്റെ കാര്യമാണ്. എന്താ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം? കാർത്തിയേട്ടൻ വിളിച്ചപ്പോഴും അതേപ്പറ്റി എന്നോട് ചോദിച്ചിരുന്നു. എന്ത് പറയാനാ ആദി, ഒരു പ്രണയം ഉണ്ടാകുമ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന അതേ പ്രശ്നം തന്നെ. അതായത് വീട്ടുകാരുടെ എതിർപ്പ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. വീട്ടുകാരുടെ മുൻപിൽ ഇന്ദ്രേട്ടന് എന്ത് വിലയാ ഉള്ളത് ആദി? കാർത്തിയേട്ടൻ്റെ കൂടെ വെട്ടാനും കുത്താനും പോകുന്ന ഒരു കവലച്ചട്ടമ്പി. അങ്ങനെയുള്ള ഒരാൾക്ക് ആരെങ്കിലും സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കുമോ? നീ തന്നെ പറയാതി. നീ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് പ്രശ്നമൊന്നും അവർ ചെയ്യുന്നില്ല ലക്ഷ്മി. അത് നിനക്കും അറിയാലോ. പിന്നെ നീ എന്തിനാ കൊച്ചേ അങ്ങനെയൊക്കെ പറയുന്നേ? അതവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാവണം ആദി. ഇനിയെങ്കിലും അവർ മനുഷ്യന്മാരെ പോലെ ജീവിക്കട്ടെ. ഈ നാട്ടിൽ കാർത്തിയേട്ടനും ഇന്ദ്രേട്ടനും ക്രിസ്ത്യാനും ഒന്നും ഒരു വിലയില്ല. ആളുകളൊക്കെ പേടിയോടെയാ ആദി നോക്കുന്നത്. നിനക്ക് പോലും ഈ നാട്ടുകാർ തരുന്ന വില ആ തെമ്മാടിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാ. അതൊക്കെ മാറണം മതി. എടി, നീ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ പെട്ടെന്ന് അതൊക്കെ മാറ്റാൻ പറ്റുന്ന ഒന്നാണോ? പിന്നെ നീ പറയുന്നത് പോലെ ഏട്ടനും ഏട്ടൻ്റെ ചങ്ങായിമാരൊന്നും അത്രയ്ക്ക് ദുഷ്ടന്മാരൊന്നുമല്ല. പിന്നെ ജോലിയെക്കുറിച്ച് പറഞ്ഞാൽ ആരും തെറ്റ് പറയാത്ത ജോലി അവർക്കുണ്ടല്ലോ ലക്ഷ്മി. എടാ, അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്. വിവാഹക്കാര്യം വീട്ടിൽ സംസാരിച്ചത് മുതൽ ഇതുപോലെ ഉത്തരം കിട്ടാത്ത ഒട്ടനവധി ചോദ്യങ്ങൾക്കിടയിലൂടെയാണ് കൊച്ചേ ഞാനിപ്പോൾ കടന്നു പോകുന്നത്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല ആദി. എല്ലാം പോട്ടെ, അവന് കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലും സമാധാനം ഉണ്ടായിരുന്നേനെ. ഇതിപ്പോൾ ആരോടെന്താ പറയേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് ആദി എനിക്ക്. എടാ, നീ ഇങ്ങനെ ടെൻഷനാകാതെ, എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാം. അവർ ലക്ഷ്മിയെ സമാധാനിപ്പിച്ചു. എന്ത് വഴി? അങ്ങനൊന്നുമില്ലടാ. എന്തായാലും ഞാൻ നിന്ന് സമയം കളയുന്നില്ല ആദി. ഞാൻ ഇറങ്ങുക. ലക്ഷ്മി കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്നും ഇറങ്ങി. ലച്ചു ഇറങ്ങിയത് കണ്ടതും ആദ്യ ആ നിമിഷം തന്നെ കാർത്തിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഇതേ സമയം അവനും അവളുടെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എടാ കാർത്തി, ആദ്യ കൊച്ചു പിന്നെ വിളിച്ചില്ലല്ലോ. ഇപ്പം തന്നെ കുറേ സമയമായല്ലോ. കാർത്തിയോടൊപ്പം ഇരിക്കുന്ന ഇന്ദ്രൻ്റെ സ്വരം ഉയർന്നു. എൻ്റെ പൊന്നിന്ദ്ര, അവൾ ലക്ഷ്മിയോട് അതൊന്ന് സമാധാനത്തോടെ സംസാരിക്കട്ടെ. എല്ലാം കഴിയുമ്പോൾ എൻ്റെ കൊച്ചിങ്ങോട്ട് വിളിച്ചോളും. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ആദിയുടെ കോൾ അവനെ തേടി വന്നത്. അതോടെ വാടിത്തളർന്നിരുന്ന ഇന്ദ്രൻ്റെ മുഖം ഒന്ന് വിടർന്നു. എടാ, ആദിയാണോ? അവൻ വിടർന്ന കണ്ണുകളോടെ കാർത്തിയോട് ചോദിച്ചതും അതിന് മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് അവൻ കോളെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നീ എന്തൊക്കെയാ പെണ്ണെ ഈ പറയുന്നേ? വല്ല ബോധമുണ്ടോ നിനക്ക്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം കാർത്തിയേട്ടാ? നിങ്ങളുടെ ഈ ഉത്തരവാദിത്തക്കുറവും തല്ലുകൊള്ളിത്തരവുമാണ് ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ മാറ്റത്തിന് കാരണം. അതിന് ഞാൻ എന്ത് ചെയ്തു പെണ്ണെ? അവൾ പ്രേമിക്കുന്നത് ഇന്ദ്രനെയല്ലേ, അല്ലാതെ എന്നെയല്ലല്ലോ. ഓ, അവനെ തന്നെയാ. പക്ഷെ അവൻ ഏത് സമയം നിങ്ങളുടെ പിറകെയല്ലേ. അതേത് പെണ്ണാ സഹിക്കുന്നേ? അതിന് ഇന്ദ്രനെ ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറഞ്ഞു വരുന്നേ? ദേ മനുഷ്യ, ഇനിയെങ്കിലും പൊട്ടം കളിക്കുന്നത് നിങ്ങളൊന്ന് നിർത്ത്. എന്നിട്ട് മനുഷ്യരെ പോലെ ചിന്തിക്കാൻ നോക്ക്. ലക്ഷ്മിയുടെ പ്രശ്നം ഇന്ദ്രൻ്റെ ലക്ഷ്യബോധമില്ലാത്ത ഈ നടപ്പാണ്. ഒരു പെണ്ണിനെ പോറ്റാൻ വേണ്ടത് ഇന്നത്തെ കാലത്ത് നല്ലൊരു ജോലിയാണ്. അത് ഇന്ദ്രനുണ്ടെന്നാ എൻ്റെ വിശ്വാസം. ആ വിശ്വാസം ലക്ഷ്മിക്കുണ്ടാവണം. അവളുടെ ഫാമിലി തെറ്റു പറയാത്ത രീതിയിൽ ഇന്ദ്രൻ മാറണം. പിന്നെ എത്ര തിരക്കുകളാണെങ്കിലും അവൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താനും അവനെ നിങ്ങൾ ഉപദേശിക്കണം. അതിലൂടെ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരുമെന്നാ എൻ്റെ വിശ്വാസം. അല്ലാതെ ലക്ഷ്മി ലക്ഷ്മി എന്ന് ഏത് സമയം നിലവിളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ആദി കൂട്ടിച്ചേർത്തു. ഞാനെന്തായാലും ഈ കാര്യങ്ങളൊക്കെ അവനോടൊന്ന് സംസാരിക്കാൻ കൊച്ചേ. സംസാരിക്കണം കാർത്തിയേട്ടാ. എന്നിട്ട് അവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയണം. എന്നിട്ട് വേണം അതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ. ഇനി അവന് നല്ലൊരു ജോലി ഇല്ലാതെന്നാണ് പ്രശ്നമെങ്കിൽ ഒരു നല്ല ജോലി കിട്ടുന്നത് വരെ നമ്മുടെ ഫൈനാൻസ് അവൻ നോക്കിക്കോട്ടെ. അതാകുമ്പോൾ ലക്ഷ്മിയുടെ ഒരു കണ്ണും അവൻ്റെ മേൽ കാണും. എടാ, അതൊന്നും വേണ്ട. ഇപ്പോഴത്തെ അവൻ്റെ ജോലിയൊക്കെ വളരെ നല്ലതാ. അവൻ്റെ കഴിവിലും ഉയരത്തിൽ തന്നെയാ അവൻ ഇരിക്കുന്നതും. എൻ്റെ പൊന്ന് കാർത്തിയേട്ടാ, അത് നിങ്ങൾ പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ലക്ഷ്മിക്ക് കൂടെ തോന്നണം. അതുപോലെ അവളുടെ മനസ്സിൽ എന്തോ ഒരു കരട് വീണിട്ടുണ്ട്. അത് മാറണമെങ്കിൽ അതിനവൻ തന്നെ വിചാരിക്കണം. അല്ലാതെ നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും ഒരു കാര്യമില്ല. ആദി അവനോട് തുറന്നു പറഞ്ഞു. എന്നാലും ആദി, ഇവരുടെ ഇടയിൽ പ്രശ്നം നമുക്ക് കാണാതിരിക്കാൻ കഴിയുമോ? അതിന് അവരുടെ ഇടയിലെ പ്രശ്നം കാണാതിരിക്കണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്.
ഇന്ദ്രന് കുറച്ച് സമയം കൊടുക്കുക, ലക്ഷ്മിയെ ചെലവഴിക്കാൻ. അവരുടെ പ്രശ്നങ്ങൾ അവർ പരസ്പരം സംസാരിച്ച് തീർക്കുന്നത് നല്ലത്. അതിനുശേഷം എന്തെങ്കിലും സഹായം നമ്മളെ കൊണ്ട് വേണമെങ്കിൽ അത് നമുക്ക് ചെയ്തു കൊടുക്കാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറവാണ് കാർത്തിയേട്ടാ. അതിൻ്റെ കാരണം നമ്മൾ കൂടെയാണെന്നേ ഞാൻ പറയൂ. കാരണം നമ്മുടെ വിവാഹം തന്നെ എടുക്കാം. അതിൻ്റെ പേരിൽ ഇന്ദ്രേട്ടനും ലക്ഷ്മിയും തമ്മിലുള്ള ഉടക്ക് ഏട്ടനും അറിയില്ലേ? അതിൻ്റെ കാരണം കാർത്തിയേട്ടൻ തന്നെയല്ലേ? ഇന്ദ്രേട്ടനോട് ഏട്ടൻ്റെ ആഗ്രഹം പറഞ്ഞിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഇന്ദ്രേട്ടൻ അങ്ങനെ പറയാനുള്ളൊരു പെർമിഷൻ കൊടുത്തിരുന്നെങ്കിൽ അവിടെ അവർക്കിടയിൽ ഈ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ലായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം കാർത്തിയേട്ടാ. എന്നാലും ഞാനത് പറഞ്ഞത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാ. എന്താ കൊച്ചേ? നമ്മൾ പ്രണയിക്കുമ്പോൾ ഒരു പരസ്പര സ്നേഹവും വിശ്വാസവും ഉണ്ട് കാർത്തിയേട്ടാ. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടാ. അതെപ്പോഴും നിങ്ങളൊക്കെ ഓർത്തിരുന്നത് നന്നായിരിക്കും. നീ എന്താ കൊച്ചി അങ്ങനെ പറഞ്ഞത്? എനിക്കെന്തോ പെട്ടെന്നത് കേട്ടപ്പോൾ കുത്തി പറഞ്ഞതുപോലെ തോന്നി. അതൊക്കെ കാർത്തിയേട്ടന് വെറുതെ തോന്നുന്നതാ. എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഓപ്പണായി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എൻ്റെ കാര്യം തന്നെ പറയാം. എനിക്ക് ഏട്ടനറിയാത്ത ഒരു രഹസ്യവും എൻ്റെ ഉള്ളിലില്ല. തിരിച്ചും അതുപോലെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആദി കൊച്ചേ, ഞാൻ ഏട്ടാ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഞാൻ നൈറ്റ് വിളിക്കാം. ഇപ്പം ഞാൻ കുറച്ച് തിരക്കില്ല. അങ്ങനെ അവർ പരസ്പരം സംസാരിച്ചതിന് ശേഷം ആ കോൾ അവസാനിച്ചു. എന്തായി കാർത്തി? ആദ്യമോൾ എന്താ പറഞ്ഞത്? കോള് കട്ടായതും ഇന്ദ്രൻ്റെ സ്വരം അവൻ്റെ നേർക്ക്. അത് കേട്ടതും ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം കാർത്തി ഇന്ദ്രനോട് പങ്കുവെച്ചു. നിങ്ങളുടെ ഇടയിലുള്ള ഈ പിണക്കത്തിന് കാരണം ആദ്യം പറഞ്ഞതുപോലെ ഒരു കണക്കിന് ഞാനാണ് ഇന്ദ്ര. നീ ലക്ഷ്മിയോട് എൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എല്ലാം എൻ്റെ സ്വാർത്ഥത. സോറി ഇന്ദ്ര. ആ സമയത്ത് ഞാൻ എൻ്റെ കാര്യം മാത്രമേ ഓർത്തുള്ളൂ. അങ്ങനൊന്നുമില്ല കാർത്തി. ലക്ഷ്മിയുടെ ഈ പിണക്കമൊക്കെ മാറും. എന്തായാലും ആദ്യം പറഞ്ഞതുപോലെ ഞാൻ അവളോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. ദേഷ്യമാണെങ്കിലും പരിഭവമാണെങ്കിലും പിണക്കമാണെങ്കിലും ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ചിലപ്പോൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാവൂ. അത് പറഞ്ഞു. അതത്രേ ഉള്ളൂ ഇന്ദ്ര. അവളോട് നീ ഒന്ന് തുറന്ന് സംസാരിക്കാൻ നോക്ക്. കാർത്തി അവനെ ഉപദേശിച്ചുകൊണ്ട് മുൻപിലിരിക്കുന്ന ഫയലെടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. അത് കണ്ടതും ഇന്ദ്രൻ എന്തോ ചിന്തിച്ചുറപ്പിച്ചതുപോലെ തൻ്റെ ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. എന്താടാ, എന്തേലും പ്രശ്നമുണ്ടോ? അവൻ്റെ മുഖഭാവം കണ്ട് ക്രിസ്റ്റിയുടെ സ്വരമുയർന്നു. ഒന്നുമില്ലടാ, ഞാൻ വെറുതെ. അവൻ അയാൾക്കൊരു മങ്ങിയ പുഞ്ചിരി സമ്മാനിച്ചു. നീ എന്നോട് കള്ളം പറയേണ്ട കാർത്തി. നിന്റെ ചെറിയ മാറ്റം പോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ അതെന്താണേലും എന്നോട് തുറന്നു പറയൂ കാർത്തി. എടാ, ആദ്യം വിളിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അത് ഇന്ദ്രനെ കൊള്ളിച്ചു പറഞ്ഞതാണെങ്കിലും അത് കൊണ്ടത് എനിക്കാണ് ക്രിസ്റ്റി. എന്താ കാർത്തി, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് തുറന്നു പറയേ. ബാക്കി കാര്യങ്ങൾ എന്നിട്ട് നോക്കാം. അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല ക്രിസ്റ്റി. ആദ്യോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തീരുമാനിച്ചു. ഇനി ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നും ആവശ്യമില്ല ക്രിസ്റ്റി. അവളുടെ കാർത്തിയെക്കുറിച്ച് അവളിനി എല്ലാം അറിയണം. എന്താടാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം? തൽക്കാലം ആരും ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞതില്ലേ? ആരുമൊന്നും അറിയണ്ട എന്നല്ലേ നീ പറഞ്ഞിരുന്നത്? അങ്ങനെ തന്നെയാണ് ഞാനും മനസ്സിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ ആദി, അവളെല്ലാം അറിയണം. അതാണ് ക്രിസ്റ്റി ഞങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് നല്ലത്. കാർത്തി പറഞ്ഞു നിർത്തി. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യ് കാർത്തി. അവിടെ എന്തായാലും നിനക്ക് സപ്പോർട്ടായി ഞാനും നമ്മുടെ ചങ്കുകളും നിന്നോടൊപ്പം ഉണ്ടാകും. ക്രിസ്റ്റി കാർത്തിക്ക് ഉറപ്പ് നൽകി. അങ്ങനെ കുറച്ചു നേരം അവർ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നീടത് ഓഫീസ് സംബന്ധമായ കാര്യങ്ങളിലേക്ക് വഴിമാറി. ഇതേ സമയം ആദിയും തിരക്കിലായിരുന്നു. അവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എബിൻ അവിടേക്ക് കടന്നു വന്നത് ആദിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്താടാ, ഷോപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ്റെ വെപ്രാളത്തോടുള്ളൊരു വരവ് കണ്ടതും ആദ്യം അല്പം ടെൻഷനോടെ തിരക്കി. ഹേയ്, അങ്ങനൊന്നുമില്ല ആദിയേച്ചി. അവിടെയെല്ലാം ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അവിടുത്തെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട. എങ്കിലും നിൻ്റെ ഒരു ശ്രദ്ധ അവിടെ വേണം എബി. ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഇനി നമ്മുടെ കണ്ണു വെട്ടിച്ച് അവർക്കൊരു തിരിമറി പോലും അവിടെ നടത്താൻ കഴിയില്ല ചേച്ചി. അതുപോലെ ഞാനും സാൻവിയും ജാൻസിജിയും പവിത്രയും ചേർന്ന് അവിടുത്തെ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടി വേണ്ട ആദിയേച്ചി. എല്ലാം ഭംഗിയായിട്ട് നടക്കും. എബി അവളെ ആശ്വസിപ്പിച്ചു. എനിക്ക് നല്ല ടെൻഷനുണ്ട് എബി. ഇല്ലെന്നല്ല, ആ സരോജയെക്കുറിച്ച് ലക്ഷ്മി അത്രയും പറഞ്ഞതിന് ശേഷം എനിക്കൊരു സമാധാനമില്ല. ഇനിയും അതുപോലുള്ള ചതികൾ നമ്മുടെ ഷോപ്പിൽ പ്രതീക്ഷിക്കാം. അത് ഉറപ്പല്ലേ? എന്നെയും കാർത്തിയേട്ടനെയും തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരവസരം അദ്ദേഹത്തിൻ്റെ ചെറിയച്ഛൻ പാഴാക്കില്ല ബി. അതേപ്പറ്റി പറയാനാണ് ചേച്ചി ഞാനിപ്പോൾ വന്നത് തന്നെ. എന്താടാ? ചേച്ചി, ഈ പറയുന്ന സത്യൻ എൻ്റെ അമ്മയുടെ സ്വന്തം സഹോദരനാണ്.
അത് കേട്ടിട്ടും ഒരു ഞെട്ടലില്ലാതെ ആദ്യം അവനെ നോക്കി തന്നെയിരുന്നു. ചേച്ചി, ഞാൻ ഇത്രയും വലിയ രഹസ്യം പറഞ്ഞിട്ടും ചേച്ചിക്ക് എന്താ ഒരു ഞെട്ടലില്ലാത്തത്? അതിന് കാരണം ഇത്രയേ ഉള്ളൂ എബിക്കുട്ട. നിന്റെ ഈ വെളിപ്പെടുത്തൽ ഞാൻ ഇതിന് മുന്നേ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ സമയം ഒരുപാട് വൈകിയെന്ന് മാത്രം. ചേച്ചി. അതേടാ കൊച്ചേ, നീ വന്നപ്പോൾ തന്നെ ഞാൻ നിന്റെ ഓരോ പെരുമാറ്റവും ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് മാധവിയമ്മയോടും ദേവച്ചനോടും നീ പെരുമാറുന്ന വിധം. അതുപോലെ മറ്റൊരു കാര്യമാണ് നിന്റെ ഫോണിലെ വാൾപേപ്പർ. അത് അരുന്ധതി ആൻറ്റി ആണെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായതാ. കാരണം ആ ഫോട്ടോയുടെ അതേ ഛായയിലുള്ളൊരു ഫോട്ടോ ഞാൻ മുത്തശ്ശിയുടെ കയ്യിൽ കണ്ടിരുന്നു. പിന്നെ നിങ്ങളിടയ്ക്ക് സംസാരിക്കുന്നതൊക്കെ എൻ്റെ കാതിൽ ഇടയ്ക്കിടെ വീണിരുന്നു. അതിൽ നിന്നും നീ വിളിക്കുന്ന ആൾ നിൻ്റെ അമ്മയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇതൊന്നും ഞാൻ നിന്നോട് ചോദിക്കാഞ്ഞത് നിന്നോടുള്ള ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. എന്നെങ്കിലും നീ ഈ കാര്യം തന്നെ എന്നോട് പറയട്ടെ എന്ന് കരുതി. സോറി ചേച്ചി. അതൊക്കെ പോട്ടെ, സാരമില്ല. നീ എന്താ പറയാൻ വന്നേ? ഓ, അത് ഞാൻ മറന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തലയ്ക്ക് കൈവച്ചുകൊണ്ട് തുടർന്നു. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മ ഇവിടുന്ന് പറഞ്ഞുവിട്ട അതേ ആൾ തന്നെ ഇന്നമ്മയെ തറവാട്ടിലേക്ക് തിരിച്ചു വിളിച്ചു. അത് കേട്ടതും മനസ്സിലാകാത്തതുപോലെ ആദി അവനെ ഒരു നിമിഷം നോക്കി. ഞാനുള്ളതാ ചേച്ചി പറഞ്ഞത്. എൻ്റെ അമ്മയും അച്ഛനെയും സാൻവി മോളുടെ അച്ഛൻ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതെന്തായാലും നന്നായി എബി. അമ്മച്ചിക്ക് അവരെ ജനിച്ച നാടും വീടും ഒക്കെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം കാണും. എന്തായാലും ഇവിടെയുള്ളവർ തന്നെ വിളിച്ച സ്ഥിതിക്ക് ഇനിയൊരു പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയില്ല. അതില്ല ചേച്ചി പെണ്ണേ. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഇവിടെ വരണമെന്നുള്ളത് സത്യൻ്റെ ആഗ്രഹമാണ്. അതുപോലെ സാൻവിയുടെ അച്ഛൻ എൻ്റെ അപ്പച്ചനോട് ഒരു പ്രപ്പോസൽ വരെ നടത്തി ഇതിൻ്റെ ഇടയ്ക്ക്. ആരുമായി? ആദ്യം ഞെട്ടലോട് ചോദിച്ചു. വേറെ ആര്? എൻ്റെ പെങ്ങളോട്ട് തന്നെ. അടിപൊളി. ഇങ്ങനൊരു ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചതല്ലേ ബി. ഞാനും. എന്തായാലും വല്ലാത്ത ടെസ്റ്റായിപ്പോയി അല്ലേ ചേച്ചി? എല്ലാം നല്ലതിനാണെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേടാ? നിൻ്റെ അച്ഛനും അമ്മയും എന്നാ ഇവിടേക്ക്? ആദ്യം പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവനോട് ചോദിച്ചു. അച്ഛനും അമ്മയും അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ ഉച്ചയോടെ അവർ എത്തുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. വരട്ടെ, എന്നിട്ടാകാം ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ ഓരോ തമാശകളും കാര്യങ്ങളും പറഞ്ഞ് അവർ അങ്ങനെ തന്നെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ നീ അരുന്ധതി ആൻറ്റിയുടെ മോനാണെന്നറിയുമ്പോൾ സത്യനങ്ങളും സാവിയമ്മയും ആകെ ഒന്ന് ഞെട്ടും. പിന്നെ ഇങ്ങനൊരു ടെസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അത് ശരിയാ ചേച്ചി. അതിലും വലിയ ഞെട്ടൽ ഇവറ്റകളൊക്കെ എൻ്റെ ബോസിനെ കാണുമ്പോഴായിരിക്കും. എബി പിറുപിറുത്തു. എന്താടാ നീ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. അത് പിന്നെ ചേച്ചി, നിങ്ങളുടെ വീട്ടുകാർക്ക് വലിയ ടെസ്റ്റാണെന്ന് പറഞ്ഞതാ. അതാണോ നീ പറഞ്ഞത്? പക്ഷെ ഞാൻ വേറെ എന്തോ ആണ് കേട്ടത്. അല്ല, ചേച്ചി എന്താ കേട്ടെ? ഓ, അത് വിട് എബി. എനിക്ക് നിന്നോട് വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും എന്താ? എബി, ലക്ഷ്മി വന്നപ്പോൾ എന്നോട് മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു. അതായത് എൻ്റെ വീട്ടുകാരെക്കുറിച്ച്. ഓ, എന്നിട്ട്? ആ നയനക്കുട്ടി പറഞ്ഞതിലും എന്തെങ്കിലും കാര്യമുണ്ടെന്നാണോ ചേച്ചിയുടെ ഫ്രണ്ട് പറഞ്ഞേ? അതേടാ, അമ്മയ്ക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. നടുവിന് നല്ല പ്രശ്നവും അതുപോലെ പൊട്ടലും ചതുവൊക്കെ ഉണ്ടെന്നാ കേൾക്കുന്നേ. എന്തായാലും ഞാൻ അവിടെ ഒരു ഒന്ന് പോകാൻ തീരുമാനിച്ചു. അതെന്തുകൊണ്ട് നന്നായി ചേച്ചി. എന്തൊക്കെ പറഞ്ഞാലും ആ സ്ത്രീ പ്രസവിച്ചതല്ലേ. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. അത് വേണം എബി. അത് അമ്മയും അച്ഛനെ ഓർത്തുകൊണ്ട് മാത്രമല്ല. അവിടെ സാൻവി മോളെക്കാട്ടിലും പ്രായം കുറഞ്ഞ 2 പെൺകുട്ടികളുണ്ട്. അവരെനിക്ക് എന്ത് ചെയ്തു എന്ന് ഞാൻ നോക്കുന്നില്ല ഇവിടെ. ഈ അവസരത്തിൽ അവരെ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണ്. എനിക്ക് സ്വയം ബോധ്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുക തന്നെ. അതെന്തായാലും നന്നായി ചേച്ചി. കാരണം ശത്രുക്കളെ പോലും സഹായിക്കണമെന്നല്ലേ പഴമക്കാർ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വാശിയും ദേഷ്യവും പകയുമൊക്കെ മറന്ന് നമ്മളത് ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ നാളെ ഒരു സാഹചര്യത്തിൽ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് വലിയ വിഷമമായി തീരും. എബിൻ അവളെ ഓർമ്മിപ്പിച്ചു.